അതെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ മടക്കി വെക്കാം. ക്ലോസ് ആവില്ലേ മേള്? ഒന്നുകൂടെ കാണിച്ചു നോക്കട്ടെ. ഓക്കെ ഈസി ആയിട്ട് കയറിയുമ്പോ ഹായ് ഹായ് കൊള്ളാം. ഹായ് പുതിയൊരു സുനിതാ വില്യംസ് വന്നിരിക്കും കേട്ടോ. ഇതിപ്പോ എത്ര കൊണ്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ? ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇവിടെയും കൂടെ കയറും, വർക്ക്ഷോപ്പിലും കൂടെ കയറും. നമ്മൾ ചെറിയ ടൂൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ടൂളോ? ഇത് കാണിക്കും നമ്മള്. ഇത് കടന്നു കയറ്റോ അല്ലേ ഈ മേഖല? എന്നെ കടന്നു കയറ്റമാണ്. അത് ആണുങ്ങളുടെ പുരുഷാധിപത്യം എന്നൊരു സംഭവമായിരുന്നു. അതിപ്പോ ചേച്ചി കൈ വെച്ചിരിക്കുവാണ്. സ്ത്രീകളെ രാത്രി മേലെയായപ്പോ ചേച്ചി വെച്ചിട്ടുണ്ടോ? കത്തിമിഷീനൊക്കെ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടോ? നമുക്ക് ഏത് മേഖലയിലും കടക്കാലോ. ഓ അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല പെട്ടെന്ന് ചെയ്യാൻ. ഓരോ ഇൻട്രസ്റ്റാ, ഓരോ താല്പര്യങ്ങളാ. നമുക്ക് ഇങ്ങനെ താല്പര്യം. ഞാൻ നേരത്തെ ഹോടിക്കുന്നുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല കേട്ടോ. പിടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഏതൊരു കാര്യം ചെയ്യാം, ഏതൊരു കാര്യം നല്ലതെന്ന്. വേറെ സംഭവങ്ങൾ നമുക്ക് കാണാനുണ്ട്. കഴിഞ്ഞല്ലോ ഇത് ഹസ്ബൻഡ് എൻ്റെ തന്നേ മോനെ ഒരു പട്ട വിദ്യാനൊരു ഇതുണ്ടാക്കുക. ഇതിപ്പോ എന്റെ അടുത്ത് തന്നതാ, ഇത് ചെയ്യാൻ പറഞ്ഞു ചെയ്തു. ഓ ഇതൊക്കെ ഹോടിക്കുവന്ന് കുഴപ്പമില്ല. ഞാൻ വേറെ കാര്യം ഇല്ല, അതെന്തോ സംഭവം നേരത്തെ ഞാൻ ചോദിച്ചായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സംഭവം കൂടെ കാണാം. ഒന്ന് കാണിക്കാമോ? എന്തോ ഐറ്റോ അത് കണ്ടു നോക്ക്. ഭാവിയിലെ സുനിതാ വില്യംസ് ആണോ? ഓക്കെ ഈ സംഭവം നമുക്ക് ആ ഇഞ്ചർ റൂമിലായിട്ട് കയറാനുണ്ട്. ഫോൾഡിംഗ് ടൈപ്പ് സ്റ്റെയർ. സ്റ്റെയർ അത് നമുക്ക് അങ്ങോട്ട് കയറാം. അവസാനം മടക്കി വെക്കാം, നൂത്ത് വെക്കാം. ഈസി ആയിട്ട് കയറിയുമ്പോ തുറന്നു വരും. കണ്ടില്ലേ? ഹായ് ഹായ് കൊള്ളാം. എങ്ങനെയുണ്ട്? അല്ല അവിടെ വരെ മതിയല്ലോ, നമുക്ക് ഇവിടെ വരെ മതിയല്ലോ. അപ്പൊ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ സംഗതി മടക്കി ഇത് നമുക്ക് ലിഫ്റ്റ് അതെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ മടക്കി വെക്കാം. ക്ലോസ് ആവില്ലേ മേള്? ഒന്നുകൂടെ കാണിച്ചു നോക്കട്ടെ. ഓക്കെ ഓ മേള് തന്നെ കടയില്ലേ? ഒന്ന് പൊക്കിയത് ചേച്ചി ഒന്ന്. ഒരു ഗ്രില്ലാണ് അവിടെ അത് ക്ലോസ് ആവും. ഇത് എന്തിനു വേണ്ടി ചെയ്തത്? ഇത് നമുക്കൊരു ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഷൊർണൂരേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റെയർ ആണിത്. ഇഞ്ചർ റൂമിലോട്ട് കയറാനും ചെയ്യാനും. ഓക്കെ അത് ഇതുവരെ പണി മുഴുവൻ തീർന്നിട്ടില്ല, ഇനിയും എൻ്റെ ബാലൻസ് പണി കിടക്കുക. ഈ സ്റ്റെയറിന് പ്രത്യേകത എന്താണ് വേറെ? കാരണം സാധാരണ ഇത്രയും ഇരുമ്പൊരു സംഭവം പൊക്കിയും താക്കാനൊക്കെ ഭയങ്കര പാടല്ലേ? അതെന്താ അത്ര എളുപ്പമായത്? ഇത് അങ്ങനെ ഈസി ആയിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഷോക്ക് അബ്സർവ് വെച്ചിട്ടുണ്ട്, ലോക്ക് ഉണ്ട്. നമ്മൾ അതിനകത്ത് വെറുതെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, ഇതങ്ങ് പോയിക്കോളും. വെയിറ്റ് അറിയത്തേ ഇല്ല. ഒരു പൂ ഇറുക്കുന്ന നമുക്കിത് കൈകാര്യം ഒരു അല്പം പോലും ഇതിനകത്ത് വെയിറ്റ് ഇല്ല. അല്പം പോലും നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. ആവശ്യം സ്ഥലം സേവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഗുണം. എനിക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഡബിൾ ഡ്യൂട്ടിയാ. ആയൂർ എനിക്കൊരു ഷോപ്പുണ്ട്, വാച്ച് റിപ്പയറിങ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഏകദേശം ഒരു 11:30-12 മണിയാവും അവിടെ ചെല്ലാൻ. അത് നമ്മൾ തന്നെ ചെയ്യുക. വാച്ച് മെക്കാനിക്കൂടാ. വാച്ച്, ക്ലോക്ക്, ടൈം പീസ് എല്ലാം, സെൻട്രൽ ലോക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ മാനേജ് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇച്ചിരി ഓട്ടോമാറ്റിക് വാച്ചുകൾ, അങ്ങനെയുള്ള ടീഷർട്ട്, അങ്ങനെയുള്ള വാച്ചുകളൊക്കെ ഇവിടെ കൊണ്ടുവരും. ഉണ്ണിയേട്ടൻ എനിക്ക് ചെയ്തു എല്ലാം എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഗുരു. അദ്ദേഹത്തെ വിളിക്കാം. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, വേഗം എൻ്റെ ഗുരുവും കൂടെ. എല്ലാ വർക്കുകളും എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ വാച്ച് റിപ്പയറിങ്, ക്ലോക്ക്, ടൈം പീസ്, എല്ലാം അത് കഴിഞ്ഞ് ഡ്രൈവിങ് എല്ലാം. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ എനിക്ക് ഒരു ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ആയൂരേക്ക് പോകണം. ബാക്കിയെല്ലാം എൻ്റെ ഹസ്ബൻഡ് പറയും. ഇത് വൈഫ് പറഞ്ഞു കാണുമല്ലോ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിമ്പിൾ ആയിട്ട് പൊക്കാൻ താക്കാനും പറ്റുന്ന ഒരു സ്റ്റെയർ അല്ലേ? ഫോൾഡിംഗ് സ്റ്റെയറോ എന്തോ പറയുന്നത്? ഫോൾഡിംഗ് സ്റ്റെയർ. പിന്നെ അതായത് നമ്മുടെ കസ്റ്റമറിന് ഇത് ശരിക്കും പറഞ്ഞാൽ
നമ്മൾ ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഷൊർണൂരേക്കാണ്. അപ്പോൾ അവിടെ ലിഫ്റ്റ് ചെയ്തതിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസാണ് ചെയ്യുന്നത്. വർക്ക് തീർന്നിട്ടില്ല ഇത്. അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് പരമാവധി പിന്നെ സ്പേസ് സേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങ് ഒരു ഫോൾഡിങ് ടൈപ്പ് ആക്കി. ഫോൾഡിങ് ടൈപ്പ് അതിനകത്ത് ഫോൾഡിങ് ടൈപ്പ് കൂടാതെ ഇതിനകത്തൊരു അതായത് ഒരു അറ്റാച്ച്ഡ് ഗ്രില്ലും കൂടാണ് ഉണ്ടല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒന്ന് ഒരു വീഡിയോ ചെയ്തായിരുന്നു, ഒരു കപ്പ സ്ലൈസർ അല്ലേ. അത് അന്ന് വന്നപ്പോൾ ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നു. ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ഭയങ്കര ഫാസ്റ്റ് കേട്ടോ. നിസ്സാര കാര്യമല്ല, എല്ലാം ഭയങ്കര ഫാസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഇത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താലോ? ഓക്കെ ഒരു വെയിറ്റ് ബാലൻസിങ് ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതാരും പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണോ? അല്ല നമുക്ക് അതായത് പിന്നെ കസ്റ്റമർ ചോദിച്ച് പിന്നെ സ്പേസ് ഒരുപാട് പോവാതെ ഒരു എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഫോൾഡിങ് ടൈപ്പ് ഇതാക്കാമെന്ന് കരുതി. അപ്പോൾ അത്രയും നമുക്ക് സ്പേസ് സേവ് ചെയ്യാം. അപ്പം ഫോൾഡിങ് ടൈപ്പ് ആക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഹെവി മെറ്റീരിയൽ വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് പിന്നെ നമ്മുടെ അത് മടക്കുമ്പോഴോ നിവർത്തുമ്പോഴോ നമുക്കത് അനുഭവപ്പെടരുത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഇതിനെ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതിനകത്ത് പല ഷോക്ക് ഓബ്സറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ അതുപോലെ എന്ന് പറഞ്ഞാൽ ആ വെയിറ്റിനെ ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം. അതുമാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നമ്മളിത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ ആ മുകളിലേക്കുള്ള ആ എൻട്രൻസ് അങ്ങ് ക്ലോസും ആവുകയാണ്. ആ ഗ്രില്ലും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. അല്ലേ, ഈ ഒരു മൂവ്മെൻറ്റിൽ എന്താ നമ്മളത് തുറക്കുമ്പം അവിടെ പിന്നെ ഓപ്പൺ ആവും, ഇത് ക്ലോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് അങ്ങ് ക്ലോസ് ആവും. അതെ എന്ന് പറഞ്ഞാൽ ഇത് ലേഡീസിനും കുട്ടികൾക്കും എല്ലാം ഇത് കൈകാര്യം ചെയ്യാം. അത്രത്തോളം സിമ്പിളാക്കിയാണ് നമ്മൾ ഇതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക് അങ്ങ് ലോക്കായിക്കോളൂ. എത്ര പേർക്കും കയറാം. ഇത് ഹെവി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ലിഫ്റ്റ് റൂമിലോട്ട് കയറുന്നില്ലേ? അതെ, ലിഫ്റ്റിന്റെ എഞ്ചിൻ റൂമിലേക്ക് കയറാനാണ്. ഓക്കെ മോഹൻ ചേട്ടനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ മാക്സിമം എന്തെല്ലാം ചെയ്യുക അതെല്ലാം ചെയ്യുന്ന ഒരാളാണ്. സ്വിമ്മിംഗ് പൂൾ വേണം, സ്വിമ്മിംഗ് പൂൾ ചെയ്യും. അതോ ഊഞ്ഞാല് വേണം, ഊഞ്ഞാല്. ഇത് ഓഫീസ് റൂമിനകത്ത് ഒരു ഊഞ്ഞാല് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒഴുകി നടക്കുന്ന ഒരു പിന്നെ ഓഫീസ് കൗണ്ടർ പിന്നെ ഒരു ചെറിയ റൂമായാൽ പോലും 10-20 എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 20 പേർക്ക് ഇരിക്കാം. പിന്നെ സിനിമ തിയേറ്റർ ആണ്, ഡോൾബി അറ്റ്മോസ്ഫിയറുള്ള സിനിമ തിയേറ്റർ ഉൾപ്പെടെ അതിനകത്തുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പുള്ള എല്ലാ വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. അന്നേരം കയറി കാണാൻ മറക്കരുത് ഇല്ലേ. അതേ കണക്ക് തന്നെ പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുവാണ്. അന്നേരം അതിന്റെ പണിപ്പൂരയിലാണ് ഇല്ലേ? അതെ ഇത് വർക്ക് തീർന്നിട്ടില്ല, വർക്ക് നടക്കുന്നേ ഉള്ളൂ, സ്ട്രക്ചർ ആയതേ ഉള്ളൂ. അപ്പോൾ ഇതേ സംഭവം തന്നെ നമുക്ക് ഇതിനകത്ത് പിന്നെ റിമോട്ട് കൺട്രോളിൽ ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ, ഇത്രയും സിസ്റ്റം. ഇത് ആരും പറഞ്ഞു ചെയ്യിപ്പിച്ചാണത്? അതെ ഇത് നമ്മൾ ഒരു കസ്റ്റമറിന് വേണ്ടി ഷൊർണൂർ ഉള്ള ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ്. നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 12 വർഷത്തിന് മുന്നേ ചെയ്ത ലിഫ്റ്റ് അവർ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്, അതായത് അടുത്ത ഒരു ഫ്ലോറിലേക്കൂടെ ഇത് പിന്നെ ഉയർത്തുന്നത്. 2 നില ബിൽഡിംഗ് ആയിരുന്നു, അപ്പോൾ ഒരു ഫ്ലോറൂടെ ഇപ്പം ചെയ്യുന്നു. അപ്പോൾ ഈ 12 വർഷം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ആ ലിഫ്റ്റ് അത് ഹാൻഡ്മെയ്ഡാണ്, 100% ഹാൻഡ്മെയ്ഡാണ് ആ ലിഫ്റ്റ്. അതെ അപ്പോൾ ആ ലിഫ്റ്റ് അടുത്ത ഫ്ലോറിലേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ എഞ്ചിൻ റൂമിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കേസാണിത്. അങ്ങനെ ഒരാൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ലേ? അതെ ഈ വർക്കിലെല്ലാം പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഇത് അനിയനാണ്. അവൻ പിന്നെ ദുബായിൽ അവിടെ ഒരു ഷോപ്പ് നടത്തുവാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിലെല്ലാം ഒരു ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെയല്ല പറയേണ്ടത്, ചേട്ടൻ പറഞ്ഞല്ല, ഞാൻ പുള്ളിക്ക് ഹെൽപ്പായിട്ടെന്നല്ല. പുള്ളി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പം പല കാര്യങ്ങളും ഞാൻ ഒരു അതിശയത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കപ്പ് ഹാങ്ങർ മേക്കിംഗ് മെഷീനാണ്. അതിനകത്ത് തന്നെ ഒരു സംഭവം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു വല്ലാത്തൊരു റെസ്പെക്റ്റാണ് ചേട്ടനോട് തോന്നിയത്. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾ വർക്ക് ചെയ്ത് കണ്ടല്ലേ, ഒരു സ്റ്റെയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് പൊടിപ്പിള്ളേർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാത്ത രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മേക്കിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ബ്രില്യൻസ് നമുക്ക് സത്യത്തിൽ അത് പറഞ്ഞറിയിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ആ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഐഡിയ തോട്ട്. ഈ ഒരു സംഭവം ഒരു രീതിയിലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. Anyway, I am proud of my brother.